ഈ മെഡിക്കൽ കോളേജിലേക്കുള്ള വഴി അറിയാം? ആ മെഡിക്കൽ കോളേജ് ആ മടപ്പള്ളി കോളേജ്. ആ ശരി. ഇവിടെ അടുത്ത് മെഡിക്കൽ കോളേജ് ഉണ്ട് അല്ലേ? ഇല്ല, ഞാൻ ഒരാളെ കാണാൻ വേണ്ടിയാണ്. ക്യാൻറ്റീനിലേക്ക് ഇങ്ങനെ പോയാൽ പോരാ? ചായ കുടിക്കാൻ? അല്ല അല്ല ആ ചോറ് തിന്നാലോ. ക്ലാസ്സൊക്കെ വിട്ടോ? കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞു. ആ ക്യാൻറ്റീനിലേക്ക്. അല്ല, ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ. അല്ല, ഞാൻ ഒരാളെ കാണാൻ. എന്താ ജിമ്മ് ബോഡിയൊക്കെ ആണല്ലോ. അല്ല, മടപ്പള്ളി കോളേജിലേക്കാണ്. മടപ്പള്ളി കോളേജിലേക്കാണ്. അല്ല, ഇത് നിങ്ങൾ എല്ലാവരും കൂടി സംസാരിക്കില്ല, ഒരാൾ സംസാരിക്കുക. അത് ഞാനാകെ ഒരൊറ്റാളല്ലേ ഉള്ളൂ. നിങ്ങളെവിടെ നല്ല കണ്ടുപരിചയുണ്ട്. അല്ല, ഇതൊരു കുട്ടിക്ക് കൊടുക്കാനുള്ള, ഇതൊരാൾക്ക് കൊടുക്കാനുള്ളതാണ്. അല്ല അതെ, സംഭവം ഉണ്ടല്ലോ. സംഭവം അതൊരാൾക്ക് കൊടുക്കണം. ഒരു മിനിറ്റ്. ഞാൻ ദർശന ടി വിയിൽ വരിക. ദർശന ടി വി ദർശന ടി വിന്ന് വരിക. എൻ്റെ പേര് മൻസൂർ. ഞാൻ പുതിയൊരു പ്രോഗ്രാമായിട്ട് വന്നതാണ്, ക്യാമ്പസ് ഹംഗാമ. അത് പറയാനൊന്നും കിട്ടുന്നില്ല. അമ്മാതിരി ഓട്ടമാണ് നിങ്ങൾ ഓടിക്കുന്നത്. അമ്മേ, ഈ ഓട്ടം ഓടുകയാണെന്ന് വെച്ചാൽ എനിക്ക് ഒളിമ്പിക്സിൽ ഒരു അവാർഡ് ഉറപ്പാണ്. ഒരു കപ്പ് ഉറപ്പാണ്, ഒരു മെഡലെങ്കിൽ ഉറപ്പാ. നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നെ പിടിക്കാൻ. നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ കിട്ടിയില്ലല്ലോ. എത്ര കോളേജ് ഓടി കഴിഞ്ഞതാ. എന്നെ ഒരുപാട് നാട്ടുകാർ ഓടിച്ചതാ. പക്ഷെ ഒന്നും കൊടുത്തില്ല ഇതുവരെ. ആദ്യമായിട്ട് പിടിച്ച ആളുകൾ അങ്ങനെ. എൻ്റെ വക ഒരു ഷെയ്ക്കുണ്ട്. പേരെന്താ പറഞ്ഞത്? രാഹുൽ. കണ്ടപ്പോ തോന്നി. ചിതേഷ്, അക്ഷയ്. ക്യാമ്പസ് ഹംഗാമ. ചിരിയുടെയും ചിന്തയുടെയും ബുദ്ധിയുടെയും ആഹ്ലാദ തിമർപ്പുമായി ദർശന ടി വി ക്യാമ്പസ് ഹംഗാമ. ഈ കോളേജിൽ എത്തിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് ലക്ഷ്മി. എവിടെ നോക്കിയാലും ലക്ഷ്മി. ഇവിടെ ഭയങ്കര സംഭവമാണ്. ഭയങ്കരമായിട്ട് നന്നായിട്ട് സംസാരിക്കും. അതിൻ്റെ ഇടയിൽ ആർക്കെങ്കിലും നന്നായിട്ട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ധൈര്യസമേതം വരാം. എന്നോട് ധൈര്യസമേതം മൈക്ക് വാങ്ങാം, സംസാരിക്കാം. ഞങ്ങളൊരു ആങ്കർ ഹണ്ട് നടത്തുകയാണ് ഇവിടെ. ആദ്യമായിട്ട് നിങ്ങളുടെ കോളേജിലുള്ള ഒരാളെ തന്നെ ഇതിൻ്റെ ആങ്കറായിട്ട് തിരഞ്ഞെടുക്കും. അതാണ് ഞങ്ങളുടെ ആദ്യ സെഗ്മെൻറ്റ്. ലക്ഷ്മി വാ. ഒരു മിനിറ്റ്. താങ്ക് യു. കുട്ടികൾ തന്നെ ധാരാളമാണ്. തെറ്റിയോ? ഇല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത് തെറ്റിയോന്ന്. ഇല്ല, ഒരിക്കലും ഞങ്ങൾക്ക് തെറ്റാറില്ല. ഞാനൊരു കാര്യം പറയാം. ഈ സംഭവം ഉണ്ട്, അതാ ബാക്കിൽ എഴുതി വെച്ച. അല്ല, ഈ എഴുതി വെച്ച സംഭവം കണ്ടോ? ഈ സംഭവം ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറ. ശരി. നഷർദ വീട്ടിട്ടേയു സിംബക്കെ മംഗാഹ നൽ ഗ്രിമക്ലിക്ക് കുൻവാലായെ തം കസ്വാ. ഇതേത് ഭാഷ? ഞങ്ങളുടെ ഭാഷ. ഒന്നുകൂടി പറയോ? പറയാലോ. നഷർദ വീട്ടിട്ടേയുവേ സിംബക്കെ മംഗാഹക്കിലേയി കുൻവാലായെ തം കസ്വാ. താങ്ക് യു. ഒന്ന് കൈയടി. മൈക്ക് ഉണ്ടായിട്ടാണ്, അല്ലെങ്കിൽ അപ്പം തന്നെ കൈയടിക്കും. അടിപൊളിയുണ്ട് കേട്ടോ. എല്ലാ ഭാഷയും എല്ലാ വാക്കും ഇങ്ങനെ സംസാരിക്കുക. പറയൂ.
മൻസൂർ എൻ്റെ പേര്. ഒന്ന് തിരിച്ചു പറഞ്ഞു. റിസൂൻമ. സംഭവം കൊള്ളാലോ വിടിയാണ്. വമ്പാസൽ അള്ളാക്കോ വേട്ടിവി. ഞാൻ പറയുമ്പോ പറഞ്ഞാ മതി. ഞാൻ ഇമ്പയർപ്പാൽ ഞാർപ്പാത്തിമ. ഇന്നലെ ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ ബസ് കയറി തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്ത് വരെ ഞാൻ കണ്ട ആളെ കണ്ടില്ല അവിടെ. പിന്നെ എപ്പോഴാ കണ്ടയാളാ? മതി, നമ്മുടെ ഭാഷയിലേക്ക് തിരിച്ചു വന്നല്ലോ, അത് മതി. പിന്നെ ഏതെങ്കിലും ഒരു പേര് തിരിച്ച് പറഞ്ഞിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേര് വരുന്ന ഏതെങ്കിലും ഒരു പേര് കണ്ടുപിടിക്കാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ തല തിരിച്ച് പറയുന്നില്ലേ, മൻസൂർ, റുസ്നം, അതുപോലെ തിരിച്ചു പറയുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേര്, അങ്ങനെ ഏതെങ്കിലും ഒരു പേര് പറയാൻ പറ്റുമോ? രംപൂൻ ദാനാവ രൂതി. അത് തിരിച്ചു പറഞ്ഞാൽ തിരുവനന്തപുരാവും. അതല്ല, നമ്മുടെ ഒരു പേര് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര് തിരിച്ചു പറയുമ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേരാണോ? തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ തിരിച്ചു പറയുമ്പോൾ അതൊരു സ്ഥലത്തിൻ്റെ പേരായി മാറണം. അങ്ങനത്തെ ഒരു വീടുണ്ടോന്ന് ചോദിക്കുക. അറിവ് ഉള്ളിടത്തുനിന്നല്ലേ നമുക്കത് വാങ്ങാൻ പറ്റും. ഓക്കെ, ഞാൻ ഒന്ന് പറയട്ടെ. മറന്നുപോയോ? അനൂപ്. പുനുവ. അതോ ഇംഗ്ലീഷ് പൂന. ഓക്കെ അല്ലേ? അപ്പോൾ അത്യാവശ്യം പിടിച്ചെടുക്കാൻ പറ്റൂല്ലേ? ഓക്കെ, അപ്പോൾ ഇനിയുള്ള അങ്ങോട്ടുള്ള നമ്മുടെ യാത്രയിൽ നമ്മളെ കണ്ടക്ട് ചെയ്യുന്നത് ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ആരെങ്കിലാണോ? അല്ല, ലക്ഷ്മിയുടെ ലക്ഷ്മി ഗോപാലസ്വാമി ഞാൻ വളരെ ആദരിക്കുന്ന ഒരു വ്യക്തി ആണോ? ലക്ഷ്മി പ്രിയായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല, കണ്ടപ്പോൾ തോന്നി. അപ്പോൾ ലക്ഷ്മിയാണ് ഇനി നിങ്ങളുടെ താരം. ഒന്ന് കൈയടിച്ച് എന്തെങ്ങനെ ആദ്യം ചെയ്യേണ്ടതാ. ഇവരൊക്കെ നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. അവരൊക്കെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുക. കൂടെ എന്നെ പരിചയപ്പെടുത്തിക്കോ. ദർശന ടിവിയുടെ ക്യാമ്പസ് ഹംഗാമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.